സിറിയ 2024 നവംബർ 27 ഒരു കൂട്ടം ജനങ്ങൾ സർക്കാർ വിരുദ്ധമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. സിറിയയിലെ സർക്കാരിന്റെ ഭരണകൂടത്തിനെതിരെയും അവർ പോരാടി. നീണ്ട 11 ദിവസം ആ രാജ്യം അവർ കീഴടക്കി. അവർ പുതിയൊരു ഗവൺമെന്റിന് രൂപം നൽകി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വിമതർ എന്ന സംഘടനയുടെ പോരാട്ടത്തെക്കുറിച്ചും അവരെ പറ്റിയുമാണ്. വെൽക്കം ടു എഡി ടോക്സ്. എഡിസൺ. വിമതർ അഥവാ ഹായത് തഹ്രീർ അൽ-ഷാം. സത്യത്തിൽ ആരാണിവർ? എന്തിനാണ് സിറിയൻ സർക്കാരിനെതിരെ ഇവർ തിരിഞ്ഞത്? സത്യത്തിൽ ഈ രണ്ട് കാര്യങ്ങളും കൂടുതൽ നോക്കുകയാണെങ്കിൽ ആദ്യം വിമതർ എന്ന ഈ സംഘടനയെ പറ്റി തന്നെ ആദ്യം പറയാം. എല്ലാത്തിൻ്റെയും തുടക്കം ആഭ്യന്തര യുദ്ധമായിരുന്നു. 2011 മുതൽ 2016 വരെ നീണ്ടുന്ന ആഭ്യന്തര യുദ്ധം. 2011 മുതൽ 2016 വരെ അങ്ങനെ നീണ്ടുനിന്ന 5 വർഷത്തെ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം സിറിയൻ പ്രസിഡന്റായി ബാഷർ അൽ ആസാദി തിരഞ്ഞെടുക്കപ്പെട്ടു. അതായിരുന്നു വിമതർ എന്ന സംഘടനയുടെ യഥാർത്ഥ ശക്തി പുറത്തുവരുന്ന കാലഘട്ടം. അങ്ങനെ വിമത സംഘടനയായ ഹായത് തഹ്രീർ അൽ-ഷാം എന്ന സംഘടനയുടെ പുതിയ തലവനായി IS ഭീകര സംഘടനയിൽ വരെ അംഗമായിരുന്ന അൽ ജനാലി എന്ന വ്യക്തി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീടാണ് ആക്രമണത്തിന്റെ ശക്തി കൂടിയത്. സിറിയയിലെ ഒരു പ്രദേശമായ ഇഡ്ലി ബില്ലിലാണ് ഈ സംഘടന രൂപം കൊണ്ടത്. അവർക്കൊരു ഒറ്റ ലക്ഷ്യമുള്ളൂ: സിറിയയിൽ പുതിയൊരു ഗവൺമെന്റിനെ രൂപീകരിക്കുക, സമാധാനം സൃഷ്ടിക്കുക. അവർ കാത്തിരുന്നു അവരുടെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ഇവർ എന്തിനാണ് സിറിയൻ ഗവൺമെന്റിനെതിരെയും ഭരണകൂടത്തിനെതിരെയും ആക്രമണം അഴിച്ചുവിട്ടത്, എതിരായി പ്രവർത്തിച്ചത്? കാരണം മറ്റൊന്നുമില്ല, സിറിയൻ പ്രസിഡന്റായ ബാഷർ അൽ ആസാദി തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഭരണ രീതികളാണ്. യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ തകർച്ചയിലേക്കുള്ള രീതിയിലായിരുന്നു പ്രസിഡന്റായ ബാഷർ അൽ ആസാദിയുടെ ഭരണരീതികൾ. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ ബാഷർ അൽ ആസാദിയുടെ കുടുംബമായ ബാത്തിസ്റ്റുകളാണ് സുന്നി ഭൂരിപക്ഷമായ സിറിയ എന്ന രാജ്യം 5.5 പതിറ്റാണ്ടോളം ഭരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ജനാധിപത്യമില്ലാത്ത ഒരു ഏകാധിപതിയായി ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ആക്രമിക്കുകയും ചെയ്യുന്ന രീതിയിലായിരുന്നു പ്രസിഡന്റായ ബാഷർ അൽ ആസാദിയുടെ ഭരണരീതി. മാത്രമല്ല, പ്രസിഡന്റ് ശരിയല്ലാത്ത ഭരണരീതിയും ഭീകരവും അവരുടെ ആക്രമണവും സിറിയൻ ജനതയെ ദുരിതത്തിലേക്ക് കൊണ്ടുപോവുകയും വൻ അഭയാർത്ഥി പ്രവാഹം സിറിയയിൽ ഉണ്ടാക്കുകയും ചെയ്തു. സർക്കാരിന്റെയും ഭീകര സംഘടനയും ഇടയിൽ ഞെരുങ്ങി ജീവിക്കുന്ന ഒരു ജനതയാണ് പിന്നീട് അവിടെ കണ്ടത്. പിന്നീട് വിമത സംഘടനയായ ഹായത് തഹ്രീർ അൽ-ഷാം എന്ന സംഘടന ഒരു പ്രഖ്യാപനം നടത്തുകയാണ്: ഞങ്ങൾ സിറിയൻ ഗവൺമെന്റിനെതിരെയും പ്രസിഡന്റിന്റെ ഭരണരീതികൾക്കെതിരെയും അഴിച്ചുവിടാൻ തീരുമാനിക്കുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യം സിറിയൻ ജനതയുടെ സ്വാതന്ത്ര്യമാണ്. പിന്നീട് നവംബർ 27 സിറിയൻ പ്രദേശമായ ഇഡ്ലി ബില്ലിൽ നിന്ന് വിമത സംഘടനയായ ആക്രമണം അഴിച്ചുവിടുകയും പിന്നീട് ഇത് ചെന്ന് അവസാനിച്ചത് ഡിസംബർ 8 സിറിയയിലെ തലസ്ഥാനമായ ദമാസ്കസിലുമാണ്. പിന്നീട് വിമത സംഘടനയായ ഹായത് തഹ്രീർ അൽ-ഷാം എന്ന സംഘടന സിറിയ എന്ന രാജ്യം കീഴടക്കുകയും പിന്നീട് ഈ വിവരം പറഞ്ഞ സിറിയൻ പ്രസിഡന്റായിരുന്ന ബാഷർ അൽ ആസാദി രാജ്യം വിടുകയും ചെയ്തു. പക്ഷേ എങ്ങനെയാണ് വെറും 11 ദിവസം കൊണ്ട് സിറിയ എന്ന രാജ്യം ഈ വിമത സംഘടനയായ ഹായത് തഹ്രീർ അൽ-ഷാം എന്ന സംഘടന കീഴടക്കിയത്? അതിനുള്ള പ്രധാന കാരണങ്ങൾ എന്തായിരുന്നു? ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ സിറിയയുമായി അടുത്ത ബന്ധമുള്ളൊരു രാജ്യമാണ് റഷ്യ എന്ന് പറയുന്നത്. പക്ഷേ യുക്രൈൻ റഷ്യയ്ക്ക് വലിയൊരു ശ്രദ്ധ സിറിയയിൽ നൽകാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഹമാസ് ഇസ്രായേൽ യുദ്ധവും ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധവും ഇതിനുള്ള പ്രധാന കാരണങ്ങളാണ്. പലപ്പോഴും ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണവും തുർക്കിയുടെ പിന്തുണയുമെല്ലാം വിമതരുടെ ഈ ആക്രമണത്തിന് ശക്തിയേകി. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അവർ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഇസ്മി എഡിസൺ ടൈറ്റേഴ്സ് സൈനിങ് ഓഫ്.